ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. MBBS എന്ന് പറയുന്നത് ഒരു 5.5 years ഉള്ള ഒരു ലോങ് കോഴ്സാണ്. 4.5 years പഠിക്കാനുണ്ട്, 1 year ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഷ്ടംപോലെ കേസസും പേഷ്യൻസും ഡിസീസസും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡ്സിനെ പറ്റി പറയാം, ഇവിടുത്തെ വാർഡ്സിൽ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ഒരു 4 years ഓഫ് MBBS ജേർണിയിൽ നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്ട്സിനും തിയറീസിനും ഒക്കെ അപ്പുറത്ത് പഠിച്ചിട്ടുള്ള കുറേ ലൈഫ് ലെസൺസ് ഉണ്ട്. ദ ലൈഫ് ലെസൺസ് ദാറ്റ് MBBS ഹാസ് ടോട്ട് മീ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ പറയാമെന്ന് കരുതി. വെൽക്കം എവ്രിവൺ ടു അനദർ വീഡിയോ. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ എവിടെയോ കേട്ടൊരു കോട്ടാണ്. യു ക്യാൻ ഹാവ് 1000 പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ് അൺടിൽ യു ഹാവ് എ ഹെൽത്ത് പ്രോബ്ലം, ദെൻ യു ഹാവ് ഓൺലി 1 പ്രോബ്ലം. ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഹെൽത്തിനെ ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നത് പോലെ പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, വേറെ കുറേ പ്രയോറിറ്റീസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ഹെൽത്തിന് ഒരു പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. പക്ഷെ നാളെ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ ലൈക്ക് ഒരു ന്യൂമോണിയ വന്നാൽ തന്നെ പിന്നെ നമുക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ നോർമൽ ഹെൽത്തി സ്റ്റേറ്റിലോട്ട് ഒന്ന് എത്തണമായിരുന്നു എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലത്തും ഇതേ ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കണം. ഇപ്പോൾ പല ഡിസീസസിൻ്റെയും എസ്പെഷ്യലി പല ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ ഒബെസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഡെയിലി കുറച്ച് നേരം എക്സസൈസും അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ഡയറ്റും അഡിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി നല്ലൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും ആസ് എ മെഡ് സ്റ്റുഡൻറ്റ് എനിക്ക് പറയാനുള്ളത്, ഹെൽത്ത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കണം. അപ്പോൾ ഡെയിലി കുറച്ച് നേരം എക്സസൈസ് ചെയ്യാനും നല്ല ഫുഡ് ലൈക്ക് നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നല്ലോണം വെള്ളം കുടിക്കുക, ഇങ്ങനെ നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരും. രണ്ടാമത്തെ ലെസൺ ദാറ്റ് ഐ ഹാവ് ലേൺഡ് ആസ് എ മെഡ് സ്റ്റുഡൻറ്റ് ഇസ് ആക്ച്വലി പീപ്പിൾ ആർ ദ ബെസ്റ്റ് മെഡിസിൻ. കാരണം ഞാനിപ്പോൾ MBBS ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് പലപ്പോഴായിട്ട് പല തരത്തിലുള്ള വൾണറബിൾ സിറ്റുവേഷൻസ്, ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ടൈംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഈ ക്ലോസ് പീപ്പിൾ ഉള്ളത് കൊണ്ടാണ് എനിക്കതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇഫ് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് നെവർ ബീൻ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും നമുക്ക് നമ്മുടെ പിയേഴ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആളുകൾ, നമ്മുടെ ഓൺ പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ വൾണറബിലിറ്റീസും ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുറച്ച് ആളുകൾ, ദേ ആർ മസ്റ്റ് ഹാവ് തിങ് ഇൻ ആർ ലൈഫ്. ആൻഡ് അങ്ങനത്തെ ഫ്രണ്ട്സ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് എബൌട്ട് ലൈഫിലെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, അത് തന്നെ നമ്മളിലേക്ക് റിഫ്ലക്ട് ബാക്ക് ചെയ്യും. സോ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം കൊടുക്കണം. അതിപ്പോൾ കൈൻഡ്നെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെയർ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ തിങ്, ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് നമ്മൾ എന്താണോ അത് തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. സോ ഓൾവേസ് ബി കൈൻഡ് ടു അതർ പീപ്പിൾ. കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫിൽ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അയാളുടെ ഷൂവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ബി കൈൻഡ് ടു അതർ പീപ്പിൾ, ബി കൈൻഡ്, ബി എംപത്തറ്റിക്. And yeah, that's one of the most beautiful things that you can do as a human being. അടുത്ത കാര്യം, സെൽഫ് ലവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എത്ര ബാക്കിയുള്ള ആൾക്കാരെ റിലേറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവരെ എക്സ്പെക്ട് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു ടേക്കൺ കെയർ ഓഫ് അവർ സെൽസ്, ടു ലവ് അവർ സെൽസ്, അല്ലെങ്കിൽ ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ്. സോ എൻജോയ് യുവർ ഓൺ കമ്പനി. എപ്പോഴും നമുക്ക് ബാക്കിയുള്ള ആളുകൾ കൂടെ ഉണ്ടാവണമെന്നില്ല. മേ ബി നമുക്ക് എത്രയ്ക്കും ക്ലോസ് പീപ്പിൾ ഉണ്ടെങ്കിൽ പോലും അവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകൾ വരുന്ന ടൈംസ് ഒക്കെ ഉണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ സെൽഫിൽ തന്നെ ഹാപ്പി ആയിരിക്കണം. വി ഷുഡ് എൻജോയ് അവർ ഓൺ കമ്പനി. ആൻഡ് ഐ ലിറ്ററലി ലവ് ദ പീപ്പിൾ ഹൂ എൻജോയ് ദെയർ ഓൺ കമ്പനി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കിൽസ്, ഇതൊക്കെ ഈച്ച് ഡേ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കാരണം ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു വേൾഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്കിൽസ്, നോളജ് ഇതൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഡോക്ടർ ഏത് കോളേജിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ ആ ഡോക്ടർക്ക് എന്തൊക്കെ ഡിഗ്രി ഉണ്ട് എന്നൊന്നും നോക്കിയിട്ടല്ലല്ലോ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോവുക. ആ ഒരു ഡോക്ടർ ആസ് എ ഡോക്ടർ അയാൾ എത്രത്തോളം സ്കിൽഡ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസസ് വെച്ചിട്ട്, അതായത് ആ ഡോക്ടർ കാണിച്ചാൽ വേഗം അസുഖം മാറുന്നൊക്കെ വേറെ പേഷ്യൻസ് ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പീരിയൻസസിലായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ദ സ്കിൽ ഓഫ് ദ ഡോക്ടർ, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ ഇത് ലാസ്റ്റ് ലെസൺ, ബട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ ഹാവ് ടു സേ ടു യു. ലൈഫ് ഹാസ് നോ ഗ്യാരണ്ടി.
ഇപ്പം നമ്മൾ തന്നെ കാഷ്വാലിറ്റിയിൽ പോകുന്ന സമയത്ത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഓരോ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഒക്കെ ആയിട്ട് അതായത് വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു 4 years ഓഫ് MBBS ജേർണിയിൽ പഠിച്ചിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഹാസ് നോ ഗ്യാരണ്ടി. നാളെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ മതി, എന്തെങ്കിലും ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്നാൽ മതി. പലതും നമ്മുടെ കയ്യിലല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാനിതൊന്നും പേടിപ്പിക്കാൻ പറയല്ല, ബട്ട് അൾട്ടിമേറ്റ് ട്രൂത്ത് ഇസ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഓരോ ദിവസവും ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതും അതാണ്. നമ്മൾ നമ്മുടെ ഹെൽത്ത്, നമുക്ക് കിട്ടുന്ന ഈ ഡേയ്സ് ഒക്കെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലിവ് ദിസ് ടുഡേ ആസ് ദർ ഇസ് നോ ടുമോറോ. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരുടെ അടുത്തും ഭയങ്കര കൈൻഡ് ആയിട്ടിരിക്കുക ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് നൗ. അല്ലാണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം നമ്മളിപ്പം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വായു എന്ന് പറയുന്നത് ഇപ്പം ICUയിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളിൻ്റെ സ്വപ്നമായിരിക്കും. എനിക്കൊന്ന് ഒരു 2-3 ദിവസം കൂടി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ നമ്മൾ വാർഡിൽ കേസസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര സിക്കായിട്ടുള്ള അപ്പൂപ്പന്മാരെയൊക്കെ അവരുടെ കൈയൊക്കെ പിടിച്ചിട്ട് മക്കളൊക്കെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്ന ഓരോ മൊമെന്റ് അല്ലെങ്കിൽ കരയുന്നൊക്കെ മൊമെന്റ് നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നതാണ്. അപ്പൊ ഈ ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കൂടെയുള്ള ആളുകൾ അവർ എത്രത്തോളം നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അവരെ കെയർ ചെയ്യണമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവാം. അപ്പോൾ ഓൾവേസ് ബിലീവ് ദാറ്റ് ലൈഫ് ഹാസ് നോ ഗ്യാരണ്ടി. എല്ലാ ദിവസവും ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് നമ്മുടെ കൂടെയുള്ള ആളുകളെ, നമ്മുടെ പാരൻസിനെ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടും കുറച്ച് ടൈം കണ്ടെത്താൻ നോക്കുക. ഈവൻ ഇതൊക്കെ പറയുന്നത് ഞാനും ഭയങ്കര പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. ഈവൻ ഐ ഹാവ് ഭയങ്കര ലോ ആയിട്ടുള്ള ഡേയ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ബട്ട് I know that this is the reality. We should be grateful for what we have now. That's all about this video. Thank you so much for watching this video. Please do comment, like and share this video if you like this. And once again, thank you so much. Bye.